ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്രോപ്പ് ടോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ജീൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഒരു പഴയ കുർത്തിയാണ്. അപ്പോൾ അതിന് കുറച്ചൊരു ഓട്ടയൊക്കെ വന്നു. കുറേ നാൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് ഫസ്റ്റ് എൻ്റെ 2 സ്ലീവും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മൾ ഈ ഒരു സ്ലീവ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റി ചെയ്യുന്നത്. പിന്നെ അവിടെ വർക്ക് വരുന്നുണ്ട് യോക്ക് പോർഷനിൽ, ഒരു മിറർ വർക്ക്. അപ്പോൾ അത്രയും പോർഷനും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ താഴേക്ക് നമ്മൾ എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് നോക്കുക. അപ്പം ഞാനൊരു 11 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ ഷോൾഡറും ആം ഹോളും 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോൾ കർവ് വെച്ചിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് 8.5 ഇഞ്ച് ചെസ്റ്റും താഴേക്ക് 7.5 ഇഞ്ച് വേസ്റ്റും മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1.5 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുത്തിട്ടുണ്ട്. 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഞാൻ ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും പോർഷൻ നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിവർത്തി നോക്കുമ്പോൾ നമുക്കിതുപോലെ 2 പീസ് സെറ്റായിട്ടുണ്ട് കേട്ടോ. നെക്ക് കട്ട് ചെയ്യുന്നില്ല, നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെയ്യാം. അപ്പോൾ ബാലൻസ് നമുക്കിത് ഇത്രയും പീസാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ യോക്ക് പോർഷൻ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൊത്തം ലെങ്ത് എത്ര വേണം, കറക്റ്റ് ആവുന്നുണ്ടോ നോക്കിയിട്ട് ആ ഒരു പോയിന്റ് വരച്ചിട്ട് എ ലൈൻ പോലെ ക്രോസ് ആയിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് എത്രയും കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ. ഇനി നമുക്ക് താഴെയുള്ള ആ പീസില്ലേ, അതിന് ആ മുകളിലെ പീസുമ്മേൽ വെച്ചിട്ട് കറക്റ്റ് ആ ഒരു ലെങ്ത്തിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചാണ് കട്ട് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ നമുക്ക് 2 പീസ്, ഇപ്പോൾ ടോട്ടൽ 4 പീസ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി സ്ലീവ് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിനൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ നിന്നിരുന്നു. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് മാറ്റുക. ലെങ്ത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് ലെങ്ത്ത് നോക്കിയിട്ട് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പം ഞാൻ ബോട്ട് നെക്കാണ് കൊടുക്കുന്നത്. 3.5 ഇഞ്ച് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്, 4 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ രണ്ടും ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല വശവും ചേർത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഒരു ഭാഗത്തെ ഷോൾഡറാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 2 സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് ജോയിൻ ചെയ്തെടുക്കുക. നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യാൻ പോകുന്നത് ക്രോസ് പീസ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ക്രോസ് പീസ് ബാലൻസ് ഉള്ളതെന്ന് ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ 2ആക്കി മടക്കിയതിന് ശേഷം ഫുൾ ആ റൗണ്ടിൽ നമ്മുടെ നെക്ക് മുഴുവനായിട്ടും ക്രോസ് പീസ് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല വശത്ത് വെച്ചിട്ട് ക്രോസ് പീസ് ഇതേപോലെ 2ആയിട്ട് മടക്കി 1/2 ഇഞ്ചിലോ അല്ലെങ്കിൽ 1/4 ഇഞ്ചിലോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. ഞാൻ 1/4 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു ഭാഗമാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ നെക്ക് ചെയ്തതിന് ശേഷമാണ് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും നെക്ക് ഇത് അവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ സീം അലവൻസിൻ്റെ അവിടെ ഇതുപോലെ ചെറുതായിട്ട് കട്ടുകളിട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ബാക്ക് സൈഡിലേക്ക് മറച്ച് വെച്ചിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ അത്രയും പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതാ നമുക്ക് നെക്ക് ഇതേപോലെയാണ് വരെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുൻപ് ഒരു 4 പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നു. അതിൽ നിന്ന് ഒരു പീസിനെ എടുത്തിട്ട് 2ആയിട്ട് കട്ട് ചെയ്തു. അതിനുശേഷം ആ 2 പീസിനെയും ഇതുപോലെ ഫ്രിൽസ് ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഏകദേശം ഒരു അളവ് വെച്ചിട്ടല്ല, ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ ഞാൻ ഇതുപോലെ 2 പീസിനെയും ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് അയൺ ചെയ്തിട്ട് ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഫസ്റ്റ് ഒരു 2 പീസ് മാർക്ക് ചെയ്തിരുന്നില്ലേ താഴ്ഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുത്തത്, അതിനെയും ഇതുപോലെ സെൻറ്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ നമ്മൾ ഈ പ്ലീറ്റ്സ് ഇട്ട ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 2 പീസിൻ്റെയും സെൻറ്ററിലായിട്ട് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് ആ സെൻറ്റർ പോർഷനിൽ ഈ പ്ലീറ്റ്സ് വന്ന ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു സൈഡ് ജോയിൻ ചെയ്തെടുക്കുകയാണ്.
കണ്ടോ? ഇപ്പോൾ ഒരു സൈഡ് നമ്മൾ ജോയിൻ ചെയ്തു. ഇപ്പോൾ മുകൾ ഭാഗത്ത് മാത്രമാണ് പ്ലീറ്റ്സ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് താഴ്ഭാഗത്തും കൂടി പ്ലീറ്റ്സ് വെക്കണം. അപ്പോൾ ഞാൻ അതേ പ്ലീറ്റ്സിനെ താഴേക്കും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. നടുക്കിൽ ഫ്രിൽസിനെ ആഡ് ചെയ്തു, അത്രയേ ഉള്ളൂ വ്യത്യാസം, വേറെ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രിൽസിനെ ഒന്ന് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുത്ത പോലെ തന്നെ താഴെ ഭാഗത്തും കൂടിയിട്ട് ഒന്ന് സ്റ്റിച്ചിട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ബാലൻസ് ഉള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഫ്രിൽസ് ഇട്ടെടുത്ത് മാത്രം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യാത്ത പോലെയാണ്. ബാക്കിയുള്ളത് നമുക്ക് ഓൾറെഡി മടക്കി സ്റ്റിച്ച് ചെയ്ത ഭാഗമാണ് വരിക. അപ്പോൾ ബാലൻസ് ഉള്ള പീസിൽ നിന്ന് നമുക്ക് താഴ്ഭാഗം മടക്കി അടിച്ച പോലെ ഇങ്ങനെ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ. അതിനെ അതിൻ്റെ ടോപ്പിലായിട്ട് വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മളത് സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്കിതിനെ യോക്കുമായിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ യോക്കിൻ്റെ സെൻറ്റർ പോർഷനും നമ്മൾ ഈ ഫ്രിൽസ് ഇട്ടതിൻ്റെ സെൻറ്റർ പോർഷനും കൂടി നോക്കിയിട്ട് നല്ല വശവും ഇതേപോലെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്നായിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ രണ്ട് സൈഡിലേക്കും സെൻറ്ററിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സൈഡിലേക്ക് കുറച്ച് ബാലൻസ് ആയിട്ട് തുണി കിടക്കുന്നുണ്ടാവും. കണ്ടോ, സെൻറ്ററിൽ പ്ലീറ്റ്സ് വരും. കണ്ടോ, ഇതുപോലെ ബാലൻസ് കിടക്കുന്നുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ഇതേപോലെ ലൈനൊക്കെ കട്ട് ചെയ്യില്ലേ നമ്മൾ, അതേപോലെ താഴെ ആ കോർണറിലേക്കായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. രണ്ട് സൈഡിലും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഒരു ഭാഗമാണ് ചെയ്തിട്ടുള്ളത്, ഫ്രണ്ട് പോർഷൻ മാത്രം. ഇതേ സെയിം മെത്തേഡിൽ നമ്മൾ ബാക്ക് സൈഡ് കൂടിയിട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ പ്ലീറ്റ്സ് ഇട്ടെടുത്ത ആ ഒരു പീസിനെ രണ്ട് സൈഡുമായിട്ട് ജോയിൻ ചെയ്തെടുക്കുക ആദ്യം തന്നെ. അതിനുശേഷം താഴ്ഭാഗത്തും കൂടി പ്ലീറ്റ് ഇട്ടിട്ട് ഒരു ചെറിയൊരു പീസ് വെച്ചിട്ട് അവിടെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ജോയിൻ ചെയ്ത് എടുക്കണം. ഇനി നമുക്കത് യോക്കുമായിട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ കാണാം, അതുപോലെ തന്നെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടതിൻ്റെയും സെൻറ്റർ പോർഷൻ കണ്ടിട്ട് നടുക്കിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ചെയ്തില്ലേ അതേ സെയിം മെത്തേഡ് തന്നെ ബാക്ക് സൈഡിലും ചെയ്യുക. എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇപ്പോൾ രണ്ട് സൈഡിലേക്കും സ്റ്റിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ വന്നതുപോലെ തന്നെ സൈഡിലേക്ക് എക്സ്ട്രാ ക്ലോത്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ സ്ലീവ് ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഫസ്റ്റിൽ കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ ഒരു സ്ലീവിനെ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്ലീവിനെ ഞാൻ മുഴുവനായിട്ടും അഴിച്ചിട്ടില്ല, കുറച്ച് ഭാഗം കട്ട് ചെയ്ത് ആ സ്റ്റിച്ചിനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ തിരിച്ചെടുക്കാൻ വേണ്ടി അത്രയും ഭാഗം മാത്രം സ്റ്റിച്ചൊന്ന് വിടിയിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് സെൻറ്റർ പോർഷനിലായിട്ട് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് രണ്ട് സ്ലീവിനും ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എടുത്താൽ മതി. സ്ലീവ് ഞാൻ രണ്ട് സൈഡിലേക്കും ഓരോ വട്ടം സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ഒന്നും കൂടിയും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ചെയ്ത് കഴിഞ്ഞു. ഇനി സ്ലീവിൻ്റെ എക്സ്ട്രാ നിന്നിരുന്നത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഷേപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു പോയിൻ്റിൽ നിന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് ഷേപ്പിൻ്റെ അവിടേക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നു. ഇനി താഴേക്ക് ഒരു 1/2 ഇഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് കേട്ടോ, കുറച്ച് ഫ്ലെയർ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വീണ്ടും സ്ലീവിൻ്റെ ആ ഒരു ഓപ്പണിംഗ് പോയിന്റ് തൊട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരികയാണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് ഇതുപോലെ ചെയ്യണം. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ സ്ലീവ് വെച്ച് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ സ്ലീവ് വെച്ച് ഇതേപോലെ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ പഴയ കുർത്തീസ് യൂസ് ചെയ്യാത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളും കൂടി വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇഷ്ടമുള്ളവരും താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കാം കേട്ടോ.